എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു അറിവും കിട്ടിയിട്ടില്ല. ഞാനങ്ങനെ കേൾക്കുന്നില്ല. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് രാവിലെ തിരിച്ചു വരുന്നു. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ആലോചന ഡൽഹിയിൽ ഇന്നലെ വരെ നടന്നതായിട്ട് എനിക്കറിയില്ല. ഇപ്പോൾ നടക്കുന്ന സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. ഇന്ന് 4 മണിക്ക് CEC കൂടി കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കും. അത്രയും വിവരമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ആശയവിനിമയം ഉണ്ടായിട്ടില്ല. സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷവും സ്വീകരിക്കാമെന്നുള്ളതിൻ്റെ ഒരു ചോദിക്കുന്ന കാര്യമില്ല. കാര്യം പറയുന്നത് KPCC പ്രസിഡന്റ് ഇപ്പോൾ KPCC പ്രസിഡന്റ് ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും KPCC പ്രസിഡന്റ് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്താണ് പാർട്ടി എടുക്കുന്ന തീരുമാനം എനിക്കറിയില്ല. ഇന്നേത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇന്നേതായാലും പ്രശ്നം തീരും. ഇന്ന് പ്രശ്നം തീരും. 4 മണി കഴിയുമ്പോഴത്തേക്കും പ്രശ്നം തീരും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥാനാർത്ഥികളെയും, കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം എനിക്ക് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തേക്കാൾ നേരത്തെ അപ്പുറത്ത് നടക്കുന്നത്. ഇന്ന് ഏതായാലും തീരുമാനം എടുക്കണമല്ലോ. തീരുമാനം ഉണ്ടാവും. വളരെ വൈകിട്ടില്ലല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ തീർന്നിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ച കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചല്ലോ. കോൺഗ്രസിൻ്റെയും ഇന്നലെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിന് കുറച്ചുകൂടെയും കൂടി ഒരു ജനാധിപത്യ സ്വഭാവം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡൊക്കെ ഉണ്ടല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഹൈക്കമാൻഡൊന്നുമില്ല. ഇവിടെ തീരുമാനിച്ചാൽ മതിയല്ലോ. പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനം അന്തിമ തീരുമാനമാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോസസ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഓർഗനൈസേഷണൽ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് കഴിയുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. എഡ്ജ് കുറയണ എങ്ങനെ? ആ പാർട്ടിയിലുണ്ടായിരിക്കുന്ന പടലപ്പിണക്കമുണ്ട്. ഇത്രയും അപജയങ്ങൾ, ഇത്രയും ഒരു മൂല്യശോഷണം. ആ പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടകളെന്ന് പറയുന്ന തളിപ്പറമ്പിലും പയ്യന്നൂരിലും അതുപോലെ തന്നെ നമ്മളുടെ കണ്ണൂരിലുമൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പെടലോടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ എഡ്ജ് പോകണമെങ്കിൽ ഞങ്ങളുടെ എഡ്ജ് കൂടുതലായിരുന്നു. കോൺഗ്രസ് കോട്ടയം വിളിക്കപ്പെടുന്ന എറണാകുളത്ത് പോലും ഈ ഒരു ഇന്റേണൽ ഫൈറ്റ് അതൊരു പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? ഇപ്പം ജനങ്ങൾ കാണുകയാണല്ലോ. കോൺഗ്രസ് കേരള ഇവിടുത്തെ 4 സീറ്റ് നിയമമണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ 4 നിയമമണ്ഡലത്തിൽ. മറ്റുള്ള എല്ലാ നിയമമണ്ഡലത്തിലും സ്ഥാനാർത്ഥി തീരുമാനിച്ചു. സ്ഥാനാർത്ഥികളെ പ്രചരണം ആരംഭിച്ചു. ഞാനിപ്പോൾ നേരെ പോകുന്നത് കോലഞ്ചേരിക്കാണ്. അവിടെ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് അങ്കമാലിക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഇല്ലല്ലോ. ഇന്നുകൊണ്ട് തീരുമാനിക്കുന്നു. എറണാകുളത്തിൻ്റെ കോൺഗ്രസിൻ്റെ UDFന്റെ ശക്തികോട്ടയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റോടുകൂടി ഞങ്ങൾ വിജയിക്കും. കൊച്ചിയിലും ഞങ്ങൾ ഞങ്ങളെടുത്ത തീരുമാനം ഞങ്ങളുടെ സിറ്റിംഗ് MLA-മാരുടെ തീരുമാനിച്ചു. അതിനുശേഷം കുറേ സീറ്റുകൾ ഏകണ്ഠമായി വന്ന സീറ്റുകൾ തീരുമാനിച്ചു. മറ്റ് സീറ്റുകളിലൊക്കെ 2ഉം 3ഉം പേര് വന്നപ്പോൾ അതിനൊരു സമവായവും അതിന് പാർട്ടി എടുക്കേണ്ട തീരുമാനത്തിൻ്റെ ഒരു പ്രൊസീജിയർ ഡിലേ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിക്കുന്നു. ആ ഡിലേ അല്ലാതെ വെച്ചിട്ട് ബാക്കിയൊരു തർക്കങ്ങളില്ല. തർക്കം കൊണ്ട് നീണ്ടുപോകുന്നതല്ല. നടപടിക്രമങ്ങളിൽ ഉണ്ടാകുന്ന ഡിലേ കൊണ്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സഭയുടെ ഇടപെടലൊന്നും ഒരു സീറ്റും ഉണ്ടായിട്ടില്ല. ഒരു സീറ്റിലും സഭ ഇടപെട്ടിട്ടില്ല. സഭകൾ ഇടപെട്ടിട്ടില്ല. സഭയ്ക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികളുണ്ടാകും. പക്ഷെ ഒരു സീറ്റിലും സഭ ഇടപെട്ടിട്ട് ഇന്ന് ചെയ്യണമെന്ന് പണ്ടും പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നു.